2025 യൂണിയൻ ബഡ്ജറ്റ് വന്നിരിക്കുകയാണ്. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. എല്ലാ വർഷവും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബഡ്ജറ്റിന് വേണ്ടി. നമ്മൾ പേ ചെയ്യുന്ന ഈ ടാക്സസുകളൊക്കെ ഗവൺമെന്റ് ഏതൊക്കെ സെക്ടറിലാണ് ഇല്ല എങ്ങനെയൊക്കെയാണ് ചെലവാക്കുന്നത് എന്നറിയാൻ. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ടാക്സ് റിലീഫ് ഇനിയും ലഭിക്കുമോ, അതല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആയിരിക്കും ഇനി ബൂം ആകാൻ പോകുന്നത്. അതുമാത്രമല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ഗവൺമെന്റ് അതായത് ഇന്ത്യയുടെ ഗ്രോത്തിനെ അത് എൻഹാൻസ് ചെയ്യുന്നത് എന്നറിയാൻ കൂടെ. കഴിഞ്ഞ 7 വർഷവും പോലെ ഈ വർഷവും നിർമ്മല മാം തന്നെയാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ ഇയർ 2025. എപ്പോഴത്തെയും പോലെ തന്നെ ബിഗ് പ്രോമിസസ്, ബോൾഡ് ക്ലെയിംസ്, അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ എക്കണോമിയെ തന്നെ റീഷേപ്പ് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം പോളിസീസുമായിട്ടായിരുന്നു ഈ ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു റോഡ് മാപ്പാണ്. ഏതൊക്കെ ബിസിനസ്സിലെ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ബിസിനസ് ഗ്രോ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഏതൊക്കെ സെക്ടേഴ്സിലോട്ടായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഈ സെക്ടേഴ്സുകളിൽ നോക്കിയിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നല്ലൊരു ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഓൺട്രപ്രന്യേഴ്സ് ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇല്ല ഏതൊക്കെ സെഗ്മെന്റിലാണ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തേണ്ടത്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ യു ഗൈസ്? ടാക്സ് സ്ലാബ്സിൽ ഉണ്ടായിട്ടുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്, പുതിയ ടാക്സ് സ്ലാബസ് എന്തൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, അതിനോടൊപ്പം തന്നെ ബഡ്ജറ്റിലുള്ള ഈ ഒരു പുതിയ ബഡ്ജറ്റിലെ ക്രിറ്റിസിസം എന്തൊക്കെയാണ് എന്നറിയാനും സാധിക്കുന്നതാണ്. ബഡ്ജറ്റ് വളരെ വലുതാണ്, കുറെ അധികം സ്കീംസും കുറെ അധികം ഡേറ്റ പോയിന്റ്സും വെച്ചിട്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതും വളരെ സിമ്പിൾ ആയിട്ട്. ബഡ്ജറ്റ് വളരെ വലുതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില പോയിന്റ്സ് നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി എക്സ്ക്യൂസ് us. അപ്പോൾ നമുക്ക് നേരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഹീറ്റഡ് പോയിന്റ് ഇല്ലെങ്കിൽ മോസ്റ്റ് ഹീറ്റഡ് ടോപ്പിക് ആയിട്ടുള്ള ഇൻകം ടാക്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ടാക്സസ് റിഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റിൽ നിർമ്മല മാം ഒരു ബ്രേക്ക് ത്രൂ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 12 ലക്ഷം രൂപ വരെ ആനുവൽ ഇൻകം ഉള്ള ഒരാൾ ഒരിക്കലും 1 രൂപ പോലും ടാക്സ് പേ ചെയ്യേണ്ട എന്നുള്ളത്, അതായത് സീറോ ടാക്സ് എന്നുള്ളൊരു കാര്യം. ഈ ഒരു ബഡ്ജറ്റിൽ ടാക്സ് സ്ലാബ്സ് എല്ലാം റാഷണലൈസ് ചെയ്ത് നമ്മളെല്ലാവരും വളരെ കുറച്ച് ടാക്സസ് മാത്രം പേ ചെയ്താൽ മതി എന്ന രീതിയിലാണ് ടാക്സ് സ്ലാബ്സ് ഇത്തവണ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടാക്സ് സ്ലാബ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാവുന്നതാണ്. ആൾക്കാർക്ക് നേരത്തെ ഇത്രയും ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടില്ലായിരുന്നു. നേരത്തെ ഓൾമോസ്റ്റ് ലൈക്ക് 3 ലക്ഷം രൂപയ്ക്ക് സീറോ ടാക്സ് ആയിരുന്നു. 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ഒരാൾക്ക് 5% ടാക്സ് ആയിട്ടുണ്ടായിരുന്നത്. 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഓൾമോസ്റ്റ് 10%, 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 15%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20%, അതുപോലെ തന്നെ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ആനുവൽ ഇൻകം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30% അവർ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഇതാണ് നമ്മളുടെ ന്യൂ സ്ലാബ് വന്നിട്ടുള്ളത്. അതായത് ഇത്തവണ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന സ്ലാബ് ഈ ഒരു രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആനുവൽ ഇൻകം ഓൾമോസ്റ്റ് 4 ലക്ഷം രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ സീറോ ടാക്സ് ആണ് അവർ പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ആനുവൽ ഇൻകം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5% പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 10%, 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ആണെങ്കിൽ 15%, 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ഇൻകം ഉണ്ടെങ്കിൽ 20% പേ ചെയ്യണം. അതിനോടൊപ്പം തന്നെ 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ ആണെങ്കിൽ 25% ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. എന്നാൽ കഴിഞ്ഞ ടാക്സ് ലാബിൽ അതായത് കഴിഞ്ഞ വർഷത്തെ ടാക്സ് ലാബിൽ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ 30% പേ ചെയ്യണമായിരുന്നു. അതാണ് ഇത്തവണ 24 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ 30% ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ എത്ര ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്?
ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓൾമോസ്റ്റ് 30% ഇത് ഹൈക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഇല്ലെങ്കിൽ നമ്മളുടെ ഡൗട്ട് ഇതാണ്, നമ്മൾ എത്ര രൂപയാണ് ഇല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ആക്ച്വലി ടാക്സ് പേ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്കത് വളരെ എളുപ്പത്തിൽ വളരെ ലഘുവായിട്ട് ഒരു എക്സാമ്പിൾ രീതിയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അലൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 12 ലക്ഷം രൂപയാണ് ആനുവലി ഇൻകം ഉള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അയാൾ എത്ര രൂപ ടാക്സ് പേ ചെയ്യണം? ലെറ്റ്സ് സേ 0 to 4 lakh ആണ് ആള് ഏൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 0 ടാക്സ് ചെയ്താൽ മതി. എന്നാൽ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ആണ് ആനുവലി ഏൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 4 ലക്ഷത്തിന്റെ 5% ഇവര് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 20,000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതുപോലെ തന്നെ 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ ആണ് സാലറി എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10%, 4 ലക്ഷത്തിന്റെ 10% പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 40,000 രൂപ അവിടെ നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ അപ്പൊ മൊത്തം എത്രയായിരിക്കും പേ ചെയ്യേണ്ടത്? 20,000 പ്ലസ് 40,000, 12 ലക്ഷം രൂപയുള്ള അലൻ ഓൾമോസ്റ്റ് 60,000 രൂപയാണ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 12 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 60,000 രൂപ ടാക്സ് പേ ചെയ്യണം. അപ്പൊ എന്താണ് യൂണിയൻ ബഡ്ജറ്റിൽ നിർമ്മല മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 12 ലക്ഷം വരെ പേ ചെയ്യേണ്ട എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇതെന്താണ് സംഭവിച്ചത്? 60,000 രൂപ പേ ചെയ്യണ്ടേ? അതെന്താന്ന് പറഞ്ഞു തരാം. അപ്പൊ നിർമ്മല മാം പറഞ്ഞത് 12 ലക്ഷം വരെ ടാക്സ് പേ ചെയ്യേ വേണ്ട എന്നാണ്. അതായത് ഇവിടെ ടാക്സ് റീബേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് എല്ലാ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ITR ഫയൽ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യാറുണ്ട്. ഇത് ഫയൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടാക്സ് റീബേറ്റ് എന്ന രീതിയിൽ, അതായത് ഗവൺമെന്റ് നമുക്ക് ടാക്സ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. നേരത്തെ ടാക്സ് റീബേറ്റ് ആയിട്ട് 25,000 രൂപ വരെ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ ബഡ്ജറ്റിൽ 60,000 രൂപ വരെ ടാക്സ് റീബേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഫൈനലി നെറ്റ് എന്താണ് നമുക്ക് വരുന്നത്? 1 രൂപ പോലും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതാണ് നിർമ്മല മാം പറഞ്ഞത്. 12 ലക്ഷം വരെയാണ് എന്നുണ്ടെങ്കിൽ പേയ്മെന്റ്, അതായത് ടാക്സ് ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, കംപ്ലീറ്റ് പിക്ചർ എന്ന് പറയുന്നത് സെസ്സും ഡിഡക്ഷൻസും ഉണ്ട്. സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയാണ് നിങ്ങളുടെ സാലറി എന്നുണ്ടെങ്കിൽ 3,000 രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 3,000 രൂപയുടെ 4%, അതായത് 120 രൂപയാണ് നിങ്ങൾ സെസ് ആയിട്ട് മെയിൻലി പേ ചെയ്യുന്നത്. അപ്പൊ ഈ സെസ് ഗവൺമെന്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനും ഹെൽത്തിനുമാണ് ബേസിക്കലി പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഇപ്പൊ കോളേജസുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ്, ഗവൺമെന്റ് സ്കൂൾസുകളിലെ എംപ്ലോയീസിന്റെ സാലറിക്ക് വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ മിഡ് ഡേ മീൽസ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഗവൺമെന്റ് സ്കൂൾസുകളിലൊക്കെ ഇതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും സെസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് കട്ട്സ് ആണ്. അതായത് നമ്മൾ ചില സെക്ടേഴ്സുകളിൽ ഗവൺമെന്റിന്റെ നമുക്ക് തരുന്ന ഒരു ഗിവ് ഔട്ട് ആണ്. അതായത് നമ്മൾ ഒരു സർട്ടൻ സെക്ടേഴ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഹെൽത്ത് കെയർ ആകാം, ഇല്ലെ PPF ആകാം, NSE ആകാം, ചില സർട്ടൻ മ്യൂച്വൽ ഫണ്ട്സ് ആകാം. ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസും അവൈലബിൾ ആവുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന സർട്ടൻ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ടാകുന്നതായിരിക്കും. വേറെ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമൽ ഈ ഒരു ബഡ്ജറ്റിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് 75,000 രൂപയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ അലൻ ഓൾമോസ്റ്റ് ഒരു 30 ലക്ഷം രൂപയാണ് ഒരു വർഷം ഏൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് 30 ലക്ഷം മൈനസ് 75,000, അതായത് 29,25,000 രൂപയായിരിക്കും ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആനുവൽ ഇൻകം എന്ന് പറയുമ്പോൾ 0 to 4 lakh ആണെങ്കിൽ നമുക്കറിയാം 0 ടാക്സ് ആണ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ 4 to 8 lakh ആണെങ്കിൽ എന്താണ് 5% ഓഫ് 4 lakh, അതായത് 20,000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ 10% ഓഫ് 4 lakh ചെയ്യേണ്ടതായിട്ട് വരും, അതായത് 40,000 രൂപ. ഇതുപോലെ തന്നെ 12 to 16 lakh ആണെങ്കിൽ 15% ഓഫ് 4 lakh, അതായത് 60,000. 16 to 20 lakh ആണെങ്കിൽ 20% ഓഫ് 4 lakh, അതായത് ഓൾമോസ്റ്റ് 80,000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 20 ലക്ഷം തൊട്ട് 24 ലക്ഷം വരെ ആണെങ്കിൽ 25% ഓഫ് 4 lakh, അതായത് 1 ലക്ഷം രൂപ വരെ പേ ചെയ്യേണ്ടതായിട്ട് വരും ടാക്സ് മാത്രം. 24 ലക്ഷം തൊട്ട് 29.25, അത് നമ്മളുടെ ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 30% ഓഫ് 5.25 lakh, അതായത് ഓൾമോസ്റ്റ് 1,57,500 രൂപ ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ടോട്ടൽ ടാക്സ് എത്ര
വരുന്നത് 4,57,500 പ്ലസ് 4% സെസ്. നമ്മൾ സെസിനെ പറ്റി കുറച്ച് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. 4% 4,57,500 എന്ന് പറയുമ്പോഴത്തേക്ക് 18,300 രൂപയോളം പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു സെസിന്റെ പേര്. ടോട്ടൽ ടാക്സ് 4,75,800 പേ ചെയ്യേണ്ടി വരും. എപ്പോഴാണ് അലൻ 30 ലക്ഷം രൂപ ഒരു വർഷം ഏൺ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അതിൽ TDS കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അത് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ മൊത്തത്തിൽ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പേ ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ഒരു സെർട്ടൈൻ പേയ്മെന്റ് സ്കെയിലാണ് എന്നുണ്ടെങ്കിൽ അലൻ പേ ചെയ്യേണ്ട വന്നതിനെ ഓൾമോസ്റ്റ് ലൈക്ക് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ട വന്നതിനെ. ബട്ട് എന്നാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ഒരു കേസിൽ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ആ ഒരു ടാക്സ് സ്ലാബ് വന്നിട്ടുള്ളത്. നേരത്തെ ഒരു 30% ഒക്കെ വരുന്ന റേഞ്ച് എന്താണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇൻകം ടാക്സ് എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് സാലറിഡ് എംപ്ലോയീസിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിന് പറ്റിയ ഒരു ബഡ്ജറ്റ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും താഴെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് തന്നെ കാണാതെയാണ്. See you there in next video.